ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. നായകൻ കുറ്റൻ പവറിൽ തിരികെ എത്തിയിരിക്കുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ നിലപാട് ഇനി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറെ ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറേ അധികം ദിവസങ്ങളായി തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാനേജ്മെൻറ്റിനെതിരെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു ക്യാപ്റ്റൻ IPL 2024 പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ RCB നായകൻ ഫാഫ് ഡുപ്ലസി SA-20 ലീഗിൽ ഫോം കണ്ടെത്താൻ വിഷമിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരുന്നു ബാംഗ്ലൂർ മാനേജ്മെൻറ്റിൻ്റേത്. വിൽ ജാക്സ്, റീസ് ടോപ്പിലി തുടങ്ങിയ അധികം താരങ്ങളെല്ലാം മികച്ച ഫോമിൽ നിൽക്കുമ്പോഴും നായകൻ ഫാഫ് ഡുപ്ലസി മാത്രം SA-20 ലീഗിൽ ഒരു അർദ്ധ സെഞ്ചുറിയുടെ അകമ്പടി പോലും ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ 7 റൗണ്ട് മത്സരങ്ങളും പൂർത്തിയാക്കിയത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് അടക്കം വിരമിച്ച സൗത്ത് ആഫ്രിക്കൻ താരത്തിനെ ഒരുപക്ഷെ ഈ ഒരു സീസൺ കൂടി മാത്രമേ ബാംഗ്ലൂർ ജേഴ്സിയിൽ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടു കൂടി തന്നെ ഫാഫ് ഡുപ്ലസിക്ക് ഒരു മികച്ച പകരക്കാരനെ കൂടി കണ്ടെത്തേണ്ട പണിയും ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാനേജ്മെൻറ്റിൻ്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്. അതിനിടയിലിതാ തൻ്റെ ആദ്യ SA-20 ലീഗിലെ ഈ ഒരു സീസണിലെ ആദ്യ അർദ്ധ സെഞ്ചുറിയും കുറിച്ചുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാനേജ്മെൻറ്റിൻ്റെ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള RCB നായകൻ ഫാഫ് ഡുപ്ലസി. കഴിഞ്ഞ SA-20 ലീഗ് ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെ നായകനായിട്ടുള്ള ഫാഫ് ഡുപ്ലസി ആദ്യ 7 റൗണ്ട് മത്സരങ്ങളിലും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സാധിച്ചിരുന്നില്ല. പോയിൻറ്റ്സ് ടേബിളിൽ 5ാം സ്ഥാനത്തായിരുന്നു ജോബർഗ് സൂപ്പർ കിങ്സ്. എന്നാൽ ഇന്നലെ തങ്ങളുടെ 8ാം റൗണ്ട് പോരാട്ടത്തിൽ കരുത്തരായ MA ക്യാപ് ടൗണെ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 10 വിക്കറ്റിന് തകർത്ത് വിട്ടുകൊണ്ട് പോയിൻറ്റ്സ് ടേബിളിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കിയിരിക്കുകയാണ് ഫാഫ് ഡുപ്ലസിയുടെ ജോബർഗ് സൂപ്പർ കിങ്സ്. മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയതും ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ താരം തന്നെയായിരുന്നു. ഓപ്പണിങ്ങിൽ ഡൂപ്ലോയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെ നായകൻ 20 പന്തുകൾ മാത്രം നേരിട്ടപ്പോൾ 5 4-ഉം 3 6-ഉം ഉൾപ്പെടെ 292 സ്ട്രൈക്ക് റേറ്റിൽ ഈ ഒരു സീസണിലെ തൻ്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയും ഒപ്പം IPL ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ഒപ്പം അധികം വിശ്വാസം വീണ്ടെടുത്തിരിക്കുകയാണ്. ക്യാപ്റ്റന് മികച്ച ഇന്നിങ്സ് നൽകിക്കൊണ്ട് ഡൂപ്ലോയും 14 പന്തിൽ 41 ക്യാപ്റ്റന് മികച്ച സപ്പോർട്ടും നൽകിയിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാഫ് ഡുപ്ലസി ആയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത MA ക്യാപ് ടൗൺ 8 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 80 റൺസ് എടുത്തപ്പോൾ മഴ നിയമപ്രകാരം ജോബർഗ് സൂപ്പർ കിങ്സ് 5.4 ഓവറിൽ വിജയലക്ഷ്യം ഭേദിക്കുകയായിരുന്നു. 10 വിക്കറ്റുകൾ ശേഷിക്കുകയാണ് ജോബർഗ് മികച്ച വിജയം. ഏതാണ്ട് 14 പന്തുകൾ സ്പെയർ ചെയ്തുകൊണ്ടായിരുന്നു ഇന്നലെ ഫാഫ് ഡുപ്ലസിയുടെ ജോബർഗ് സൂപ്പർ കിങ്സ് സീസണിലെ മികച്ച വിജയം നേടിയെടുത്തത്. MA ക്യാപ് ടൗൺ നിരയിൽ നായകൻ കെറോൺ പൊളാർഡിൻ്റെ മികച്ച ഇന്നിങ്സ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. 10 പന്തുകൾ മാത്രം നേരിട്ട താരം 33 റൺസാണ് അടിച്ചുകൂട്ടിയത്. റയാൻ റിക്കൾട്ടണും 16 പന്തിൽ 23 റൺസും നേടിയിരുന്നു. ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെ ബൗളിങ്ങിൽ മികച്ചു നിന്നത് ഇമ്രാൻ താഹിർ എന്ന എക്സ്പീരിയൻസ്ഡ് താരമായിരുന്നു. 1 ഓവർ മാത്രം ബോൾ എന്ന താരം 13 റൺസ് മാത്രമാണെങ്കിൽ 2 വിലപ്പെട്ട വിക്കറ്റുകളും സ്വന്തം കീശയിലാക്കിയിരുന്നു. ഒപ്പം ലിസാർഡ് വില്യംസ് എന്ന യുവതാരം കൂടി 2 ഓവറിൽ 15 റൺസ് മാത്രമാണെങ്കിൽ 1 വിക്കറ്റ് നേടിയതോടുകൂടി വമ്പൻ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്ന MA ക്യാപ് ടൗണെ പിടിച്ചുകെട്ടാൻ ജോബർഗ് സൂപ്പർ കിങ്സിന് സാധിക്കുകയും മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോഴത്തെ വരാനിരിക്കുന്ന IPL സീസണിൽ ക്യാപ്റ്റൻസി പ്രഷർ അടക്കം, അതായത് നമുക്കറിയാം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് അടക്കം വിരമിച്ച ഫാഫ് ഡുപ്ലസി ഒരുപക്ഷെ ബാംഗ്ലൂർ ജേഴ്സിയിൽ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന IPL സീസണായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഫാഫ് ഡുപ്ലസിക്ക് ഒരു മികച്ച പകരക്കാരനെ കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. നേരത്തെ ഗ്ലെൻ മാക്സ്വെൽ എന്ന താരത്തിനെ ചുറ്റിപ്പറ്റി റൂമറുകൾ വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ആ ഒരു ക്യാപ്റ്റൻസി പ്രഷറൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഫാഫ് ഡുപ്ലസി തൻ്റെ ആദ്യ SA-20 ഈ ഒരു സീസൺ 2ാം പതിപ്പിലെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെയും ഒപ്പം ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെയും നായകസ്ഥാനത്തേക്ക് കൂടുതൽ മികവ് പുലർത്തിക്കൊണ്ട് തിരികെ എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.